മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ മോഷണത്തിൽ ക്ഷേത്ര ജീവനക്കാർക്ക് നുണപരിശോധന നടത്താനൊരുങ്ങി പോലീസ്. 8 ജീവനക്കാർക്ക് നുണപരിശോധന നടത്താൻ കോടതിയോട് അനുമതി തേടി. കാണാതായ സ്വർണം പിന്നീട് മണ്ണിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ക്ഷേത്രത്തിലെ ജീവനക്കാർക്ക് നുണപരിശോധന നടത്താൻ ഒരുങ്ങുകയാണ് പോലീസ്. എന്തൊക്കെയാണ് വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനത്തിലെത്താൻ അല്ലെങ്കിൽ എന്താണ് ആ സ്വർണത്തിന് സംഭവിച്ചത്, മോഷണം നടന്നതാണോ അതോ അബദ്ധത്തിന് ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതാണോ എന്ന കാര്യത്തിൽ ഒരു അവസാനത്തിലേക്ക് എത്താൻ പോലീസിന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ മൊഴിയെടുക്കലും അന്വേഷണവും ഒക്കെ നടക്കുന്ന സമയത്ത് അത്തരത്തിൽ അന്യായമായിട്ട് ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നു, മർദ്ദിക്കുന്നു എന്നുള്ള പരാതികൾ അത് ക്ഷേത്രത്തിലെ ജീവനക്കാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ക്ഷേത്ര ഭരണസമിതിയുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതോടുകൂടി തുടർ അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. നിലവിലിപ്പോൾ ഒരു നുണപരിശോധന ജീവനക്കാരൻ നടത്താനുള്ള തീരുമാനമാണ് പോലീസ് എടുത്തിരിക്കുന്നത്. അത്തരത്തിലൊരു പരിശോധന നടത്തുമ്പോൾ അത് കോടതിയുടെ അനുവാദം കൂടി വേണം. ഈ നുണപരിശോധനയ്ക്ക് വിധേയരാകേണ്ടവരുടെ പെർമിഷൻ കൂടി ലഭിക്കേണ്ടതായിട്ടുണ്ട്. 8 ജീവനക്കാരുടെ നുണപരിശോധന നടത്താനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതായത് സ്വർണം മോഷണം പോയി എന്ന് പറയുന്ന ദിവസം ആ സ്വർണം കൈകാര്യം ചെയ്ത ക്ഷേത്രത്തിലെ 8 ജീവനക്കാരുടെ നുണപരിശോധനയാണ് നടത്തേണ്ടതായിട്ടുള്ളത്. സ്ട്രോങ് റൂമിൽ നിന്ന് ഈ താഴികക്കുടം സ്വർണം പൂശുന്ന പണികൾ നടക്കുകയായിരുന്നു. അവിടേക്ക് സ്വർണം മാറ്റുന്നതിനിടയിലാണ് ഈ മോഷണം സംഭവിച്ചിരിക്കുന്നത്. അത് സ്ട്രോങ് റൂമിൽ നിന്ന് തിരിച്ച് ഈ സ്വർണം പൂശുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവരുന്ന സമയത്താണോ അതോ തിരിച്ച് മടക്കി കൊണ്ടുപോകുന്ന സമയത്താണോ ഈ മോഷണം പോയതെന്ന് അറിയില്ല. എന്തായാലും മോഷണം പോയി എന്ന് പറഞ്ഞ സ്വർണ്ണാഭരണം പൂഴിമണ്ണിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിലും എങ്ങനെയാണ് അവിടെ സ്വർണം എത്തിയത് എന്ന കണ്ടെത്തലിലേക്ക് പോലീസിന് എത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അബദ്ധത്തിൽ അവിടെ സ്വർണം വന്നതാണോ അതല്ല ആരും കാണാതെ പൂഴിമണ്ണിൽ ഒളിപ്പിച്ചതിന് ശേഷം പിന്നീട് അത് എടുത്ത് മാറ്റാം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കൊണ്ടിട്ടതാണോ എന്ന കാര്യത്തിലാണ് ഇതുവരെയും പോലീസിനൊരു തീരുമാനത്തിലെത്താൻ കഴിയാത്തത്. നുണപരിശോധന നടത്തി കഴിയുമ്പോൾ അത്തരത്തിലൊരു കണ്ടെത്തലിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. എന്തായാലും നുണപരിശോധന നടത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 2 ഫോർട്ട് പോലീസ് നൽകിയിട്ടുണ്ട്. ഇനി ഈ 8 ജീവനക്കാർക്കും കോടതിയുടെ ഭാഗത്ത് നിന്ന് നോട്ടീസ് അയക്കും. ഈ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എങ്കിൽ ജീവനക്കാർക്ക് അത് കോടതിയെ അറിയിക്കാം. തുടർന്ന് പോലീസ് ജീവനക്കാരുടെ നുണപരിശോധന നടത്തുമെന്നുള്ളതാണ്. ഈ സ്വർണ്ണ മോഷണം പോയത് എങ്ങനെയാണ്, സ്വർണത്തിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള വ്യക്തത വരണം എന്ന ആഗ്രഹം ജീവനക്കാർക്കുണ്ടെങ്കിൽ അവർ നുണപരിശോധനയ്ക്ക് തയ്യാറാവുകയും പോലീസിനെ അത് അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ വിചാരിക്കുന്നത്. എന്തായാലും ഇതുവരെയും ക്ഷേത്രത്തിന്റെ ഭരണസമിതിയുടെ ഭാഗത്തു നിന്നോ ജീവനക്കാരുടെ സംഘടനയുടെ ഭാഗത്തു നിന്നോ ഈ നുണപരിശോധനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നുണപരിശോധന നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് ഫോർട്ട് പോലീസ് ഇപ്പോൾ പറയുന്നത്. ഇനി ഈ ജീവനക്കാരുടെ സംഘടന എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്, അവർ നുണപരിശോധനയ്ക്ക് തയ്യാറാകുമോ എന്നുള്ള കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. ശരി. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണ മോഷണത്തിൽ ക്ഷേത്ര ജീവനക്കാർക്ക് നുണപരിശോധന നടത്താനൊരുങ്ങി പോലീസ്. 8 ജീവനക്കാർക്ക് നുണപരിശോധന നടത്താൻ കോടതിയോട് അനുമതി തേടും. കാണാതായ സ്വർണം പിന്നീട് മണ്ണിൽ പുതഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു. സൂര്യഗായത്രിയാണ് വിവരങ്ങൾ നൽകിയത്.